ഏതായാലും ഇന്നത്തെ സുപ്രഭാതം നെക്സവനോടൊപ്പം നിങ്ങളോടൊപ്പം ബേപ്പൂർ ബീച്ചിൽ കൂടാൻ കഴിഞ്ഞാൽ വളരെയധികം കൃതാർത്ഥനാണ് ഞാൻ ഇത്രയും ദൂരം ഏകദേശം 45 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഈ നെക്സവൻ ഹെൽത്ത് ക്ലബിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം വളരെ വലുതാണ്. ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം നേടിയെടുത്താലും പലരും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ബാക്കിയാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ അവനവന്റെ ശരീരവും മനസ്സും മറന്ന് ആരോഗ്യവും എല്ലാം മറന്നിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആഹാരപത്രം പണിയെടുത്ത് അവസാനം 10, 45, 50 വയസ്സ് കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. എപ്പോഴും നമ്മൾ പറയും ഈ സമ്പത്തും ആരോഗ്യം എന്നും നമുക്ക് നിലനിൽക്കില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കഷ്ടപ്പെട്ടായാലും. അതായത് എല്ലാം നശിച്ചാലും എന്നാലും മായ ഇല്ലാത്ത നമസ്കാരം ഈ ലോകമായ എല്ലാം നശിച്ചാലും എന്നാലും മായ സംഗീതമേ ജീവിതം സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ സംഗീതമേ ജീവിതം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവും. ഞാൻ എല്ലാം നേടിയെങ്കിലും എന്റെ ആരോഗ്യം ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ എന്റെ ശരീരവും മനസ്സിൽ നിൽക്കുന്നില്ല. എല്ലാ മനുഷ്യന്റെയും ആരോഗ്യത്തോടുകൂടെയുള്ള മരണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ അവരവർ തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവും ഊർജവും നമുക്ക് നേടിയെടുക്കണം. ജീവിതത്തിന് ഇവിടെ ഇരിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഡോക്ടറെ കാണാത്ത, ഏതെങ്കിലും ഒരു ദിവസം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ഡോക്ടറെങ്കിലും കാണാത്തവരാരും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഓരോരുത്തരും ഡോക്ടർമാരാകണം. അത് എങ്ങനെ ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന തുച്ഛമായ സമയത്തിനുള്ളിൽ 5, 10, 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറായിരിക്കും ഒരു പക്ഷേ ഒരു രോഗിയെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ എടുക്കുന്ന സമയം. ഈ സമയത്തിനിടയിൽ നമ്മളെ ലൈഫ് ഹിസ്റ്ററി മൊത്തം പുള്ളിക്കാരന് അറിയാൻ കഴിയില്ല. ഇപ്പൊ ശ്വാസം മുട്ടുള്ള ഒരു രോഗി ഡോക്ടറെ അടുത്ത് കാണാൻ പോകുമ്പോൾ അദ്ദേഹം പറയും ഇന്ന മരുന്നുകൾ കഴിക്കുക, കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക, ഭക്ഷണ നിയന്ത്രണം ചെയ്യുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. ഈ കാര്യമൊക്കെ ഷുഗറുള്ള ഒരു രോഗിയായാലും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഭക്ഷണം നിയന്ത്രിക്കുക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക, വ്യായാമം ചെയ്യുക. ഇതോടുകൂടി മാത്രം നമ്മുടെ കാര്യം കഴിഞ്ഞു ഇല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏത് രോഗത്തിലാണോ ബുദ്ധിമുട്ടുന്നത് ആ രോഗത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു തിരിച്ചറിവ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ബോധം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാരെയും ചികിത്സാ സംവിധാനങ്ങളെയും ഒരിക്കലും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ രോഗത്തിലോട്ട് വീണ്ടും നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടിട്ട് നമ്മൾക്ക് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ് മുന്നോട്ട് വയ്ക്കുന്ന 21 തരം എക്സസൈസ്, 7 രീതിയിലുള്ള എക്സസൈസ്,
അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ ബ്രീത്തിങ് സെക്ഷനിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇന്ന് വരെ നമ്മള് സുപ്രഭാതം വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ മെക്സവൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ. ഒരു പക്ഷേ എല്ലാവരും ചിലപ്പോൾ ജോഗിങ്ങും എല്ലാം ചെയ്യുമായിരിക്കും. പക്ഷെ എങ്കിലും ഈ മെക്സവൻ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇത്രയും ദൂരം വന്ന് നിങ്ങൾക്കൊപ്പം ചേരണമെങ്കിൽ ഈ 2 വർഷമായിട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, അത് വളരെ വലുതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഏത് കാര്യം ചെയ്താലും അതിനൊരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് ആക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ശരിക്ക് ചെയ്യുന്നത്, അതായത് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് 100% റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടെ കൂടിയിട്ടുള്ള പല ആൾക്കാർക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന രീതിയിലുള്ള എക്സസൈസ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കണ്ട വളരെ ചിട്ടയോടുകൂടി വളരെ 2 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. കാരണം നിങ്ങളെല്ലാവരും വളരെ ചിട്ടയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട റാസിക്കിന്റെ നേതൃത്വത്തിൽ പിന്നിൽ നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന എക്സസൈസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം ഈ ബേപ്പൂർ ബീച്ച് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്, നമുക്ക് കിട്ടാത്തതുമായിട്ടുള്ളതാണ്. കാരണം കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ബേപ്പൂർ ബീച്ചിലോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രീത്തിങ് സെഷൻ, നമ്മള് ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം. അതായത് നല്ലവണ്ണം ശ്വാസം, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകൃതിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഓക്സിജൻ. ഈ ഓക്സിജൻ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ വലിച്ച് ഉള്ളിലോട്ട് ശ്വാസകോശത്തിലോട്ട് എടുക്കുക. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിന്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ രക്തസംക്രമണം കൂടും. അതുപോലെ തന്നെ നമുക്ക് തലച്ചോറിലോട്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ടും നാഡി ഞരമ്പുകളിലോട്ടും നമുക്ക് രക്തഓട്ടം നമുക്ക് അനായാസം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്രയോ കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അലർജി എന്ന് പറയുന്ന രോഗവും ശ്വാസം മുട്ട അല്ലെങ്കിൽ ആസ്മ എന്ന് പറയുന്ന രോഗവും 80% നിങ്ങൾക്ക് ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു രോഗം പൂർണ്ണമായിട്ടും ഒരു ഡോക്ടർക്ക് മാറ്റാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ ഒരു നേഴ്സിന് സാധിക്കില്ല. എത്ര നേഴ്സുമാർ നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും രോഗത്തിന്റെ പൂർണ്ണമായി 100% കണ്ടെത്താൻ ഒരു മെഷീൻ പോലും സാധിച്ചു വരില്ല. പക്ഷേ നമ്മൾ 3 മാസം തുടർച്ചയായിട്ട് മെക്സവൻ ഹെൽത്ത് ക്ലബിലൂടെ വന്ന് ഈ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് നിലവിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ശമനവും, രോഗങ്ങൾ ഒന്നുമില്ലാത്ത ആരോഗ്യവാന്മാരാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരെ ശരീരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഹൈഡ് ചെയ്ത് കിടക്കുന്ന രോഗങ്ങളുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വേണ്ട വൈദ്യസഹായം തേടി അതിന്റെ ശരിയായിട്ടുള്ള രോഗത്തെ നിർണ്ണയിക്കുവാനും അതിനനുസരിച്ചുള്ള ചികിത്സ നേടുവാനും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമ്മുടെ ശ്വാസകോശത്തിനും തലച്ചോറിനും ഹൃദയത്തിനും ശരീരത്തിന്റെ സമസ്ത മേഖലകളോട്ടുള്ള ഒരു രക്തയോട്ടം എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരുപാട് എനർജി നമുക്ക് കൂടും. നമ്മുടെ മുഖം നല്ല പ്രസന്നമുള്ളതായിട്ട് തോന്നും. നമ്മളെപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മുടെ വിവിധ ഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ മുഖം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ രീതി മാറും. നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തിൽ പ്രകടമാവും. അപ്പൊ ഏതുകൊണ്ട് നമ്മുടെ ഔട്ട്വേർഡ്ലി റിഫ്ലക്റ്റഡ് പിക്ചർ ഓഫ് ദി ഇന്റേണൽ എസൻസ് ഓഫ് ദി ഡിസീസ് എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് പുറത്ത് രോഗലക്ഷണങ്ങളായിട്ട് വരുന്നതാണ് നമ്മുടെ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത്. ഔട്ട്വേർഡ്ലി റിഫ്ലക്റ്റഡ് പിക്ചർ ഓഫ് ദി ഇന്റേണൽ എസൻസ് ഓഫ് ദി ഡിസീസ്, അതായത് ശരീരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രോഗത്തിന്റെ ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിലും മുഖത്തും പ്രകടമാകുന്ന ഓരോ ഭാവവ്യത്യാസങ്ങൾ.
ഏറ്റവും വേദന കൊണ്ട് അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം, മുഖം നോക്കിയാൽ എന്താ നിങ്ങൾക്ക് നല്ല പ്രയാസമുണ്ടല്ലോ, അപ്പൊ എനിക്ക് വേദന കൂടുതലാണ്. അതാണ് നമ്മൾ വേദനകൾ ഒരിക്കലും അവനവന് സ്വന്തം മാത്രമാണ്. കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കുവാനും പൈസ ചെലവാക്കുവാനും മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ അവനവന്റെ വേദന അവനവന് സ്വന്തമാണ്. അപ്പൊ വേദനയില്ലാത്ത ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായിട്ട് നമുക്ക് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂറിൽ ഈ അരമണിക്കൂർ രാവിലെ ചെലവാക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഈ അരമണിക്കൂർ ഈ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു 10 വർഷം നിങ്ങൾ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടിയ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ഈ അരമണിക്കൂർ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യ സംസ്കാരത്തിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തില് നമ്മൾ ഒരു മനുഷ്യന് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സ്പർശം കൊണ്ടെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ടെങ്കിലും നമ്മൾ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറയുന്നത്. നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഒരു പക്ഷെ ആരെയും കുറച്ച് സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമുക്ക് പറയാം, ഞാൻ ഇത്ര കാലമായിട്ട് ഞാൻ മെക്സവൻ എക്സസൈസിൽ വന്നു, എനിക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരോട് വരുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ നമുക്ക് പല മുഖങ്ങളെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും. വീട്ടിലും കടകളിലും അല്ലെങ്കിൽ വ്യാപാരങ്ങളിലും ബിസിനസ്സിലും മുഴുകിയിരുന്ന പല ആൾക്കാരും പല മേഖലയിലുള്ള പല വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പലരുമായിട്ട് കാണുവാനും അവരുമായിട്ട് സ്നേഹം പങ്കിടുവാനും സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുവാനും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ലോകത്തില്ല എന്ന് തന്നെ പറയാം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന് പറയുന്നത്. ആര് എന്ത് ഏത് രീതിയിൽ സംസാരിച്ച് എങ്ങനെ നമ്മുടെ ഈ മെക്സവനിലോട്ട് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മ തന്നെയായിരിക്കും. ഇതിന്റെ ഗുണം മനസ്സിലാക്കി നമ്മൾ ഇവിടോട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് കിട്ടിയ നമുക്ക് ഗുണം മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ് ഈ മെക്സവനിലൂടെ നമുക്ക് സാധ്യമാകുന്നത്, അതായത് നമുക്ക് ആശ്വാസം കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് ശരിക്കും രോഗങ്ങളല്ല. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രോഗാണു കാരണം ഉണ്ടാകുന്നതാണ് രോഗം എന്ന് പറയുന്നത്. ഇത് രോഗാണു കാരണമല്ല. നമ്മുടെ ജീവിത ശൈലിയിൽ വ്യതിയാനം വന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള ഭക്ഷണക്രമവും ശരിയായിട്ടുള്ള വെള്ളവും നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ അതൊരു അവസ്ഥയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രമേഹം. ഇന്നിവിടെ കൂടിയിരിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രമേഹ രോഗിയാണ്. ഒരുപാട് ആൾക്കാർക്ക് പ്രമേഹം ഉണ്ടാവും. ഈ പ്രമേഹത്തെ നിങ്ങൾ ഭയപ്പെടരുത്. പ്രമേഹത്തെ നമ്മൾ ചെറുപുഞ്ചിരിയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പ്രമേഹം ഒരു അവസ്ഥ മാത്രമാണ്, ഒരിക്കലും രോഗമാകില്ല. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഗുളികയുടെയും ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷപദാർത്ഥങ്ങളുടെയും എല്ലാം കൂടി ഒരു മൊത്തത്തിൽ ആണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തു കളയപ്പെടാൻ പറ്റുന്നത്. അതായത് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ടോക്സിസിറ്റി, ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിസിറ്റി, അമിതമായിട്ടുള്ള ഔഷധങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുകയും അമിതമായിട്ട് നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുകയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷപദാർത്ഥങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം കൂടിയാണ് നമ്മുടെ ഈ എക്സസൈസ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ആശ്വാസം കിട്ടുള്ളൂ. ഇപ്പൊ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗില് 110 എന്നാണ് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഏകദേശം ഇപ്പൊ 130, 140 വരെയൊക്കെ വരാമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അപ്പൊ ഈ 140 വരെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് യാതൊരുവിധ കേടുപാടും ഉണ്ടാവില്ല. പ്രമേഹ രോഗികളുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹ രോഗികൾ കൂടുതൽ വിശക്കാനും പാടില്ല, അമിതമായിട്ട് വിശക്കാൻ പാടില്ല. അമിതമായിട്ട് വിശന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കുക? ഇപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 11-11:30 ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ 2 പേര് കഴിക്കുന്ന ചോറ് ഒറ്റ നേരം കഴിക്കും. പലർക്കും അനുഭവം ഉണ്ടായിരിക്കും.
2 പേര് കഴിക്കുന്ന ഭക്ഷണം ഒറ്റ നേരം കഴിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഷുഗർ ലെവൽ നമ്മുടെ രക്തത്തിൽ കൂടാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോ വിശക്കുന്നുവോ അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും മധുരമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയാണെന്ന് നിങ്ങൾ മിനിമം ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ലാബിൽ പോയി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ബ്ലഡിലെ ഷുഗറും ക്രിയാറ്റിൻ ലെവലും നിങ്ങൾ നോക്കുക. കാരണം 40 വയസ്സ് 45 50 55 60 ഒക്കെ ആകുമ്പോഴത്തേക്കില് നമ്മൾ ഷുഗർ രോഗി 40 വയസ്സിൽ ഷുഗർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 55 60 വയസ്സാകുമ്പോൾ ക്രിയാറ്റിന്റെ ലെവലിൽ വ്യത്യാസം വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഉള്ള വിഷപദാർത്ഥങ്ങളും മരുന്ന് കഴിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷപദാർത്ഥങ്ങളും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം എക്സസൈസ് ആണ്. അത് മാത്രം പോരാ, നമ്മൾ വെള്ളം കുടിക്കണം. ആരോഗ്യവാനായ ഒരാള് 20 കിലോ ബോഡി വെയിറ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. നമ്മൾ വെള്ളം ശരിക്കും കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏറെക്കുറെ ഉള്ള പ്രശ്നങ്ങൾ മാറ്റപ്പെടും. പിന്നെ ചില ഡോക്ടറുടെ ചികിത്സയിലുള്ള ചില രോഗങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ 60 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാള് 3 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 15 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഈ വെള്ളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഇല്ല, കൊളസ്ട്രോളും ഇല്ല. അപ്പൊ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ആവശ്യത്തിനുള്ള മൂത്രം നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ആവശ്യത്തിന് വിയർപ്പ് നമുക്കുണ്ടാകും. കൃത്യമായിട്ട് മോഷൻ എല്ലാ ദിവസവും പോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് വെള്ളം ഉള്ളിലോട്ട് കൊടുത്താലുണ്ടാവും. അപ്പൊ വെള്ളം നിസ്സാരമല്ല, വെള്ളം മാത്രം മതി. നിങ്ങൾക്ക് വിയർപ്പ്, മോഷൻ, യൂറിൻ ഇത് 3 നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറെക്കുറെ ആരോഗ്യവാനാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും അവരവരുടെ സ്വന്തം ഡോക്ടറായിട്ട് അവരുടെ ഭക്ഷണത്തിലും അവരവരുടെ വ്യായാമത്തിലും അവർ കഴിക്കുന്ന ഗുളികയിലും എല്ലാത്തിലും കൃത്യനിഷ്ഠതയോട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പരിധിയിൽ ഒതുക്കിക്കൊണ്ടു പോകാൻ സാധിക്കും. അതാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേഹം. അപ്പൊ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ടോ ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ടോ മാത്രം നിങ്ങൾക്ക് ഷുഗർ കുറയൂല. മറിച്ച് നമ്മുടെ എക്സസൈസില് പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ ഇത് പ്രഭാതമാറ്റത്തിൽ ചെയ്യുന്നതായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടിട്ടാണല്ലോ ഇത്രയും ആൾക്കാർ ഇതിലോട്ട് അടുത്ത് വരുന്നത്. അവരുടെയൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ വരുന്നത് മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ 1 മണിക്കൂർ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള 23 മണിക്കൂറും നിങ്ങൾക്ക് ഊർജ്ജസ്വലരായിട്ട് നിങ്ങളുടെ വ്യാപാര കാര്യങ്ങളിൽ ഇടപെടാനും ഓരോ ജോലിക്ക് പോകുന്നവർക്ക് കൃത്യനിർവഹണം ചെയ്യാനും സാധിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് പ്രമേഹത്തിന്റെ കാര്യം അതാണ്. അതുപോലെ തന്നെയാണ് ബ്ലഡ് പ്രഷർ. ഈ ബ്ലഡ് പ്രഷറിന് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. നമ്മുടെ ശരീരത്തില് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ഓക്സിജൻ ആണ് നമ്മുടെ ശരീരത്തില് രക്തത്തിന്റെ സംക്രമണം നല്ല രീതിയിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോളില് നമുക്ക് അതായത് നമ്മൾ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കും. ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നത് പോലെ നമ്മുടെ എക്സസൈസും എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. ഭക്ഷണം നമുക്ക് നിർബന്ധമാണ്. ഒരു പക്ഷേ 1 ദിവസം 2 ദിവസം പട്ടിണി കിടക്കാൻ പറ്റും, എങ്കിലും നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം നമ്മുടെ ആവശ്യത്തിന് കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നോവേറ്റബിൾ നിർബന്ധമാക്കണം, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാക്കണം ഏത് ഈ എക്സസൈസ്. അപ്പൊ ഭക്ഷണവും എക്സസൈസും നിങ്ങൾ നിർബന്ധം ആയിട്ട് നിങ്ങളെ കൺട്രോൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള വിഷപദാർത്ഥങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, പുറന്തള്ളപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാരായിരിക്കും പല ആൾക്കാരും. യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുകയും കാൽഷ്യം ഡിപ്പോസിറ്റ് അടിഞ്ഞുകൂടുകയും അത് ഓരോ ജോയിന്റ്സിലും സന്ധിയിലും വന്ന് അടിഞ്ഞുകൂടിയിട്ടാണ് ഓരോ പെയിൻ ഓരോ ജോയിന്റ്സിലും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ യൂറിക് ആസിഡ് നോക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. അപ്പൊ യൂറിക് ആസിഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യുന്ന ഫസ്റ്റ് ചെയ്യുന്ന ജമ്പിങ് ജാക്സ് ഉണ്ടല്ലോ, ജമ്പിങ് ജാക്സും ലാസ്റ്റ് മുന്നേ ചെയ്യുന്ന ടോ ജമ്പിങ്ങും, ഈ 2 എക്സസൈസും ആരോഗ്യമുള്ള ഒരാൾ കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് 2 കഴിയുമ്പോൾ നല്ലവണ്ണം വിയർക്കും. അപ്പൊ വിയർപ്പിലൂടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഓപ്പൺ ആകുകയും അതിൽ കൂടെ നല്ല ഓക്സിഡേഷൻ കിട്ടുകയും അതിന്റെ ഫലമായിട്ട്
വിയർപ്പിലൂടെ നമ്മളെ ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷപദാർത്ഥങ്ങളും കൊളസ്ട്രോൾ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂറിക് ആസിഡ് നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. ഇതൊക്കെ ലൂസാവും. നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ ബോഡിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ അതെല്ലാം ലൂസാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ അരമണിക്കൂർ ഉള്ള എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? നമ്മളിത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 രോഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും, പല ആൾക്കാർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് മൈഗ്രെയിൻ, തലവേദന. മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്തെന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ബാലൻസ് തെറ്റിയിട്ടുള്ള തലക്കറക്കം, അതുപോലെ തന്നെ ഓവർ മെന്റൽ ടെൻഷനും പിന്നെ ആങ്സൈറ്റി, ഭയങ്കര ഉത്കണ്ഠയും മെന്റൽ ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ നമ്മുടെ ഹെഡ് റൊട്ടേഷൻ എന്നറിയപ്പെടുന്ന ഈ എക്സസൈസ് വളരെ ഗുണപ്രദമാണ്. മാത്രവുമല്ല, നമ്മൾ ഈ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നവരും സെഡൻഡറി ആയിട്ട് ഒരേ ഇരിപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് ഈ കഴുത്തിന്റെ പുറകിലുള്ള കശേരക്കഴുത്ത് തേയ്മാനം വരും. കുറെ നേരം ഇരിക്കും. തേയ്മാനം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും തിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കോളർ ബെൽറ്റ് ഒക്കെ ഇട്ട് നടക്കേണ്ട അവസ്ഥയിലോട്ട് വരും. അപ്പൊ നമ്മൾ ബസ്സിലായാലും കാറിലായാലും എപ്പോഴെങ്കിലും നമ്മൾ യാത്ര തുടർച്ചയായിട്ട് ചെയ്യുന്നെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഹെഡ് റൊട്ടേഷൻ, നിങ്ങൾ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യണ്ട, പക്ഷെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡിലും റൈറ്റും ലെഫ്റ്റും ഒരു 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. അപ്പൊ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നറിയപ്പെടുന്ന ഈ കഴുത്തിന്റെ പുറകിലുള്ള ഈ കശേരുക്കൾക്കുണ്ടാകുന്ന തേയ്മാനത്തിന് ഒരു പരിധി വരെ നമ്മുടെ ഈ ഹെഡ് റൊട്ടേഷൻ എന്ന മെക്സോൺ മുന്നോട്ട് വെക്കുന്ന എക്സസൈസിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പൊ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, പിന്നെ മൈഗ്രെയിൻ, ഹെഡേക്ക്, പിന്നെ ബാലൻസിങ്ങിന്റെ പ്രശ്നം, തലക്കറക്കം, അതുപോലെ തന്നെ നമ്മളെ തലച്ചോറിലോട്ട് നല്ലവണ്ണം രക്തോട്ടം കിട്ടുന്ന ഒരു എക്സസൈസും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഹെഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഏത് റൊട്ടേഷൻ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഹിപ്പ് റൊട്ടേഷൻ ആയാലും ആംഗിൾ റൊട്ടേഷൻ ആയാലും നീ റൊട്ടേഷൻ ആയാലും ആ റൊട്ടേഷന്റെ ഫലമായിട്ട് നമ്മളെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഒരു റൊട്ടേഷനാണ് ആംഗിൾ റൊട്ടേഷൻ. ഒരു കാലം നിലത്ത് ഊന്നിയിട്ട് മറ്റേ കാലം കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക 2 സൈഡിലും റിവേഴ്സിൽ. അപ്പൊ നമ്മൾ ആ ബാലൻസിങ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ആംഗിൾ ജോയിന്റിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ജോയിന്റ്സിന് വളരെയധികം ഉണർവുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രോങ് ആവും നമ്മള് ബോൺസ് അല്ല. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസിനും എല്ലാം ഊർജം നൽകുന്ന എക്സസൈസുകളാണ് ഈ റൊട്ടേഷനിൽ വരുന്ന പലതരത്തിലുള്ള എക്സസൈസ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സമാധാനം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ ടോ ജമ്പിങ് കഴിഞ്ഞിട്ട് അടുത്ത റിലാക്സ് ചെയ്ത് വന്ന് നമ്മൾ നീക്കുന്നതിന് ശേഷം കിട്ടുന്നതാണ് ഈ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ ഇവിടെ മാത്രമല്ല, നമ്മളെ വീട്ടിലും നമ്മളെ മക്കൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കാം. വളരെ കറക്റ്റായിട്ട് കണ്ണ് നല്ലവണ്ണം പൂട്ടി, വാ പൂട്ടി, നാവ് പൂട്ടിയിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് എണ്ണണം ഓരോ ഡിജിറ്റും. 60 മുതൽ 1 വരെ നമ്മൾ 60 എന്ന് പറയുമ്പോൾ നാവ് ചലിപ്പിക്കരുത്. പകരം എന്ത് ചെയ്യണം? മനസ്സിൽ അത് കാണണം. മനസ്സിൽ അത് കണ്ട് 60-ൽ നിന്ന് നിങ്ങൾ 1 വരെ എത്തുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത എക്സസൈസിന്റെ ഒരു റിലാക്സേഷൻ, മാനസിക ഉല്ലാസം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദവും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ അത്രത്തോളം നമ്മുടെ ബോഡിയെല്ലാം നല്ല വാമപ്പായി, എനർജറ്റിക്കായി, ബോഡി ഉയർത്ത് നല്ലവണ്ണം നമുക്ക് ഓക്സിഡേഷൻ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ആത്മസംതൃപ്തിയോടെയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ആ ആത്മസംതൃപ്തി നമ്മൾ വീട്ടിൽ പോയാൽ തന്നെയും നമുക്ക് അത് ഇങ്ങനെ കുറച്ച് സമയം കൂടി അതിന്റെ ആ വൈബ് നിലനിൽക്കും. അതാണ് നമുക്ക് മെക്സവൻ ഹെൽത്ത് ക്ലബിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇതിൽ ആർക്കും 5 പൈസയുടെ ചെലവില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ആർക്കും ഇതിന് പിന്നെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. കാരണം എന്നും നമ്മൾ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നോ അവരെ കല്ലെറിയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവസാനം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അപ്പോഴെല്ലാം കഴിഞ്ഞെന്നിരിക്കും.
ഞാൻ വരുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഇതിന് കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൈസ കൊടുത്ത് സമ്പാദിച്ച് വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാലും അത് സമൂഹമാണ് നന്നാവുന്നത്. പക്ഷേ ഇതിലെന്താണ്? ഇത് കഷ്ടപ്പെടുന്നതും അനുഭവിക്കുന്നതും ആരാണ്? അവനവൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ 2 വർഷക്കാലമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇതിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് ഇതുകൊണ്ട് വന്നിട്ട് മാനസികമായിട്ട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണുവാനും പരിചയപ്പെടുവാനും സാധിക്കും. മനസ്സമാധാനം നമുക്ക് നല്ല കിട്ടും. നമ്മൾ പലരും പല സ്വഭാവക്കാരാണ്. വീട്ടിലൊരു സ്വഭാവം, വെളിയിലിറങ്ങിയാൽ ഒരു സ്വഭാവം. വെളിയിലിറങ്ങുമ്പോ എല്ലാവരും നല്ല വൈബാണ്. വീട്ടിൽ ചെല്ലുമ്പോ നേരെ തിരിച്ചാണ്. ഉദാഹരണം, നമ്മളെ മെക്സണിൽ വരുന്നതിന് മുമ്പോട്ടുള്ളൊരു കഥയാ പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആരും വീട്ടിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഷ്യപ്പെട്ട് ഇപ്പൊ നമ്മള് മൊബൈൽ എടുക്കാൻ മറന്നുപോയി, പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് എടി ആ മൊബൈൽ ഇടന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ ഉടനെ പറഞ്ഞ എന്താ, നിങ്ങളുടെ മൊബൈൽ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞോ, നിങ്ങൾ പോയി എടുത്തു. ആ 2 പേരും ചോദിച്ച ടോണിനനുസരിച്ചുള്ള ആൻസറായി. അതേസമയം എന്റെ മൊബൈൽ എവിടെയെന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ മൊബൈൽ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് തരാം, അതും ചെയ്യാം. ഇനി ആ ദേഷ്യപ്പെട്ട് പറഞ്ഞത് ഭാര്യ എങ്ങനെയാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും ഭർത്താവിന് എന്ത് ചെയ്യാം? ഭർത്താവ് റിലാക്സ് ചെയ്തിട്ട് ഒരു പാട്ടൊക്കെ പാടിട്ട് കുഴപ്പമില്ല, മൊബൈൽ ഞാൻ എടുത്തോളാം, ഞാൻ നിന്നോട് ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ കുടുംബജീവിതത്തിന്റെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ മെക്സവനിൽ വന്നു കഴിഞ്ഞാല് കുടുംബബന്ധം എങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും, ദാമ്പത്യം എങ്ങനെ സന്തോഷപ്രദമാക്കാൻ പറ്റും, നല്ല പാരന്റ്സ് എങ്ങനെ ആകാൻ പറ്റും, നല്ല മക്കൾ എങ്ങനെ ആകാൻ പറ്റും, നല്ല ഹസ്ബൻഡ് എങ്ങനെ ആകാൻ പറ്റും, നല്ല വൈഫ് എങ്ങനെ ആകാൻ പറ്റും എന്നൊക്കെ ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ മെക്സവൻ. അതായത് ഞാനത് എവിടെ പോയാലും പറയുന്നതാണ്. നമ്മളെ പറമ്പിൽപീടിയ ബ്രാഞ്ചിലുള്ള ഒരു ആചാരുണ്ടായിരുന്നു, യൂസഫ് രാജ്. അദ്ദേഹം ഹെൽത്ത് ക്ലബിൽ നമ്മളെ മെക്സണിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്കിൽ കാണുന്നത് ഡൈനിങ് ടേബിളിൽ ചായ കുടിച്ചതിന്റെ ബാക്കി ചായയും ഗ്ലാസുമായിട്ട് കഴുകാതെ വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്യുന്ന എന്താ, അത് തട്ടി താഴെ ഇടുകയെന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഉദ്ദേശം ഉണ്ടായിരുന്നു പുള്ളിക്കാരന് മെക്സവിന് വരുന്നതിന് മുമ്പ്. മെക്സവിന് വന്ന് 3 മാസം കഴിഞ്ഞ് ഓരോരുത്തരെ അനുഭവം ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോ പുള്ളി വന്ന് പറഞ്ഞ കഥ, ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഈ ചായ കുടിച്ച ഗ്ലാസ് ഡൈനിങ് ടേബിളിൽ വീണ് കിടന്നാൽ പോലും അതിനെടുത്ത് കഴുകി വെക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഈ മെക്സവിൽ കിട്ടുന്നതാണ്. അത്രയും ക്ഷമ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ മെഡിറ്റേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് കോൺസെൻട്രേഷൻ, ഏകാഗ്രത, മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കും, മനസ്സമാധാനം കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രായത്തിന്റെ പരിമിതികൾക്ക് അപ്പുറമായിട്ടുണ്ടാകുന്ന ഓർമ്മക്കുറവുകൾ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പൊ ഈ ഓർമ്മക്കുറവിന് നല്ല ഒരു മരുന്നും കൂടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന് പറയുന്നത്. ഇത് അതുകൊണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഈ കൂട്ടായ്മയിൽ ഇവിടെ ഒത്തുകൂടിയത്, ഈ കൂട്ടായ്മ ഞാനും നിങ്ങളൊക്കെ നാളെ മരണപ്പെട്ടു പോകും. പക്ഷേ ഈ മെക്സവൻ ലോകാവസാനം വരെ ഒരു സിഗ്നേച്ചറായിട്ട് ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മളെല്ലാം നൈമിഷികങ്ങളാണ്. മനുഷ്യൻ എല്ലാവരും നൈമിഷികങ്ങളാണ്. ഏത് സമയം വേണമെങ്കിലും മരണപ്പെട്ടു പോകാം. ജീവിക്കാൻ ഒരു അവസരം തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുക. ഒരു മനുഷ്യൻ 10, 50, 60, 70, 80 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ കർമ്മം പൂർണ്ണമാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറിച്ച് നമ്മൾ പ്രഭാത സവാരിക്ക് നടക്കാനിറങ്ങുമ്പോൾ നമ്മൾ നടന്നു പോകുന്നതിന്റെ മുന്നേ വൃദ്ധനായ കണ്ടുകൊണ്ടിടാത്ത ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു, അദ്ദേഹം നടന്നു പോകുന്നതിന്റെ തൊട്ടു മുമ്പിൽ ഒരു പാറക്കല്ല് കിടപ്പുണ്ട്. നമ്മൾ തടഞ്ഞില്ലെങ്കിൽ ആ മനുഷ്യൻ ആ പാറക്കല്ലില് തലയടിച്ചു വീഴും. അപ്പം നമ്മുടെ പ്രായം 65, 70 ആയിരിക്കും. അപ്പോൾ നമ്മൾ
ആ മനുഷ്യനെ ആ അപകടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇത്രയും വർഷത്തിനിടയിൽ ചെയ്ത കുടുംബം നോക്കിയെന്നോ സമൂഹം നോക്കിയെന്നോ എന്തെല്ലാം നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ അപകടത്തിൽ പെടാൻ പോയ ഒരു മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മം അവിടെ വേണമെങ്കിൽ പൂർത്തിയായെന്ന് പറയാൻ പറ്റും. അതാണ് നിങ്ങൾ ഇത്രയും വർഷം ജീവിച്ചതിലെ കർമ്മം ദൈവത്തിന്റെ മുന്നിൽ സ്വീകാര്യമാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സാന്ത്വനം കൊണ്ടായാലും ഒരു വാക്കുകൊണ്ടായാലും ഒരു മനുഷ്യനെ നമുക്ക് സന്തോഷിപ്പിക്കാനോ സഹായിക്കുവാനോ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മളെപ്പോഴും ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്: സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും ഇതാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പെല്ലാം സ്വപ്നങ്ങളാണ്, വാഗ്ദാനങ്ങളാണ്. ജീവിതത്തിലോട്ട് കടന്നു കഴിയുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ യാഥാർത്ഥ്യങ്ങളാണ്, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ഈ സങ്കല്പങ്ങളും വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഒരുപക്ഷെ യാഥാർത്ഥ്യ ജീവിതത്തിൽ നമുക്ക് സബലീകരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അതിന്റെ നെട്ടോട്ടത്തിലാണ് ഒരു മനുഷ്യൻ അവസാനം ഡയാലിസിസ് സെന്ററിലും വലിയ മാരക രോഗങ്ങളുമായിട്ട് മല്ലടിച്ച് ICU യൂണിറ്റിലും ഓക്സിജന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ആയിരക്കണക്കിന് രൂപ ഓക്സിജന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഒരു അവസ്ഥയിൽ പലരെയും കണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പെട്ടവർ പോലും അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോയവരായിരിക്കാം. നമുക്ക് ആ ഒരു അവസരം വരാതെ നമ്മുടെ ശരീരവും മനസ്സും ഏകോപിപ്പിച്ച് നമ്മുടെ മനസ്സന്തോഷം നിലനിർത്തി ആരോഗ്യം നല്ല രീതിയിൽ നമ്മൾ ഉഷാറാക്കി നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, ആ സംസ്കാരം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരാശ്രയം കൂടാതെ ജീവിക്കുവാനും നമുക്ക് ആർട്ടിഫിഷ്യൽ ഓക്സിജന്റെ സഹായത്തോടു കൂടി നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കിഡ്നി രണ്ടും 50% പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ക്രിയാറ്റിൻ ലെവൽ നോർമൽ എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ യൂറോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും, നമ്മളെല്ലാവരും ക്രിയാറ്റിൻ നോക്കാറുണ്ട്. നമ്മുടെ 2 കിഡ്നി 50% പ്രവർത്തിക്കുമ്പോഴാണ് ക്രിയാറ്റിൻ നോർമൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 50% താഴെ വന്നു, അതായത് ക്രിയാറ്റിൻ 1.5 അതിന് മുകളിലും ആയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ 40% അല്ലെങ്കിൽ അതിന് താഴെ വരും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഹൃദയവും തലച്ചോറും ശ്വാസകോശവും എല്ലാം ട്രൈപോഡ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന ഈ 3 ഓർഗനും അത്യാവശ്യമാണെങ്കിൽ തന്നെ നമുക്ക് വൃക്കകളില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വൃക്കകളാണ് നമ്മുടെ മാലിന്യങ്ങളെ അരിച്ചു മാറ്റപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. നമ്മൾ വൃക്ക നല്ലവണ്ണം സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് വളരെ വിശാലമായ കോടിക്കണക്കിന് രൂപകൾ മുടക്കിയിട്ടിരിക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ നമ്മളെ കാത്തിരിക്കും. അതിലോട്ട് എത്തിപ്പെടാതിരിക്കാൻ സർവശക്തൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. കാരണം ഈ ഒരു 4 മാസത്തിന് മുമ്പ് നമ്മളെ പറമ്പിൽപ്പേടിയ കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പോയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി സംസാരിച്ചു. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്, കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്തിട്ടുള്ളതാണ്. ബുക്കിംഗ് ഇഷ്ടം പോലെ ബുക്കിംഗ് ആണ്, ആൾക്കാർ ക്യൂവിലാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാണാൻ നല്ല രസമുണ്ട് ഈ ബിൽഡിംഗ്, ബുക്കിംഗ് വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്, അതും കുഴപ്പമില്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ. പക്ഷേ ദയവ് ചെയ്ത് 1 മാസം ഇവിടെ ഉള്ള ഓരോ ഡയാലിസിസിന്റെ ബെഡും നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിലാണ് നിങ്ങളെ ഏറ്റവും വലിയ കർത്തവ്യം. അതാണ് നമ്മൾ മെക്സവൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യവും. അതായത് നമ്മുടെ ഈ ആരോഗ്യ സംസ്കാരത്തിലൂടെ നമ്മുടെ ഈ മെക്സവൻ മുന്നോട്ട് വെക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ടും ഈ കൂട്ടായ്മയിൽ വന്ന് ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു ആരോഗ്യവാന്മാരും ആരോഗ്യവതികളായിട്ടും നമുക്ക് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാം നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് മാത്രം ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് നല്ലൊരു ദിവസം സമ്മാനിച്ച നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയത്തിൽപ്പെട്ട നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നിന്ന് വിളിച്ചിട്ടുള്ള കോർഡിനേറ്റർക്ക് അബ്ദുൽ ഹഫീസ് കഴിഞ്ഞില്ല. പിന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എന്തായാലും ഇനി ഒരു അവസരം കിട്ടി